ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ചെർപ്പളശ്ശേരിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി 23-ാം നാളിലാണ് ഇന്ന് കൊട്ടിക്കലാശം. എല്ലാവരും വലിയ ആവേശത്തിലാണ്. നോക്കൂ, എല്ലാവർക്കും ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷൊർണൂരിൽ ഒരു വലിയ കനത്ത മത്സരം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ആ പ്രേക്ഷക പ്രതികരണം എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് MLA ആയ പി മമ്മിക്കുട്ടിയാണ് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ UDFന്റെ ഒരു കരുത്തനായ ഒരു നേതാവാണ് പി ഹരിഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായിട്ടും NDAയുടെ സ്ഥാനാർത്ഥിയും അത്ര മോശമല്ല, നല്ല കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ടി ശങ്കുട്ടിദാസ്. അങ്ങനെ 3 പേരുമുള്ള ഒരു കനത്ത മത്സരമാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. ഷൊർണൂർ മണ്ഡലത്തിന്റെ ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് അത് ചെർപ്പളശ്ശേരിയാണ്. ചെർപ്പളശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നോക്കൂ, നമുക്ക് ചുറ്റും എത്രയോ ജനങ്ങളാണ് ഇന്ന് നാളത്തെയും ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. മറ്റന്നാൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു, വോട്ട് ചെയ്യാൻ പോകുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ മണിക്കൂറുകൾ അവശേഷിക്കുമ്പോൾ ആരായിരിക്കണം ഈ കേരളം ഭരിക്കേണ്ടത്, ആരായിരിക്കും ഈ ഷൊർണൂർ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനെല്ലാം ഉത്തരം കിട്ടുകയാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഈ കോട്ട പൊളിക്കാൻ പറ്റും. കോട്ട പൊളിക്കാൻ കഴിയില്ല. 500 വെച്ചോ, ഞാൻ 1000 വെക്കാം. അടിച്ചു പൊളിച്ച് കലാശ കൊടുക്കും. അടിക്കോ? അടിച്ചു പൊളിക്കും. ഇവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരിക്കും. പൊളിക്കാൻ പറ്റുന്ന കോട്ടയൊന്നുമില്ല. 3 സ്ഥാനാർത്ഥികളും പോരാ. അതന്നെ എന്റെ അഭിപ്രായം. അപ്പൊ ഷൊർണൂർ മണ്ഡലത്തിൽ മമ്മിക്കുട്ടിയൊക്കെ ജയിക്കും. വേറെ ആരാണ്? പിന്നെ ഇടതുപക്ഷം പിന്നെ അല്ലാണ്ട് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിൽക്കുന്നേക്കാൾ നല്ലത് പ്രവർത്തനം എന്താവും എന്നുള്ളത് പറഞ്ഞിട്ട് അതിന് വോട്ട് ചോദിക്കുകയായിരിക്കും കുറച്ചുകൂടെ നന്നാവാൻ. ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ കഴിയാത്തവരെ ഒരു കേരള സംസ്ഥാനം മുഴുവൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയാലോ. അതിന് അഭിപ്രായമില്ല. ഇങ്ങോട്ടും മാറുക, അങ്ങോട്ടും ഉറച്ചു നിൽക്കണം. വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ചെർപ്പളശ്ശേരി ടൗണിലൂടെയുള്ള ഒരു യാത്രയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഭയങ്കര രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്, നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖല്ലേ? നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത്. മാറ്റം ജനങ്ങൾ തീരുമാനിക്കും. മാറ്റണോ മാറണ്ടേ? നമുക്ക് കാത്തിരിക്കും. ഒരു ദിവസം കൂടി ഉള്ളൂ. എണ്ണപ്പെട്ട ഒരു ദിവസം. എന്താണ് ഒരു പ്രതീക്ഷ? അതിലൊരു സംശയം വേണ്ട. അത് മമ്മിക്കുട്ടിക്കാൻ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഈ കോട്ട പൊളിക്കാൻ പറ്റും. കോട്ട പൊളിക്കാൻ കഴിയില്ല. LDF വരും. ഇലക്ഷൻ കഴിച്ചിട്ട് ഇയാളൊക്കെ ഒന്ന് വന്ന് കാണും. അല്ല, ഇത് മാത്രമല്ല, കേരളം തന്നെ പിടിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടൊന്ന് ഇയാളൊക്കെ ഒന്ന് കാണാം. ഇത് എന്നും കാണാം. ഞങ്ങളെ ഇവിടെ കേരളം ഞങ്ങൾ LDF തന്നെ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കാം. മറ്റെന്താ ടീച്ചറെ പേര്? ശൈലജ ടീച്ചർ. അവിടെ മാറുന്ന പറഞ്ഞാണ്. സാഫിയാണ്. അവിടെ മാറും. ഷൊർണൂർ മണ്ഡലത്തിലെ കാര്യം പറയണത്. അവിടെ മമ്മിക്കുട്ടിക്ക് ഷൊർണൂരിലേക്ക് തിരിച്ചു. അല്ല, അതവിടെ കോട്ടയാണ്. മറിച്ചിട്ടു. ആയിക്കോട്ടെ, കാണാം. കേരളം പന്തയം വയ്ക്കാൻ തയ്യാറായിട്ട് നടക്കണേ. നമുക്ക് ഇപ്പൊ വെക്കാം. 500 വെച്ചോ, ഞാൻ 1000 വെക്കാം. 1500 10,000 രൂപയ്ക്കുണ്ടോ? വലിയ വെല്ലുവിളിയാണ്. വലിയ വെല്ലുവിളിയാണ്. നമ്മളിപ്പോ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരും ഞാനൊക്കെ ഓട്ടോറിക്ഷക്കാരനാണ്. ഓട്ടോറിക്ഷ പണിയെടുത്ത കാര്യമാണ്. അപ്പൊ അവര് മര്യാദയിൽ പറഞ്ഞു. 1000 രൂപ മതി. 1000 വേണ്ട, മിനിമം 10. പൈസ ഒന്നും വേണ്ടെന്ന് ഒരു പെറ്റ് വെക്കാം. നമുക്ക് വെറുതെ ഒരു പെറ്റ്. മമ്മിക്കുട്ടിക്ക് അവിടെ തോറ്റിന്റെ 10,000 പോയിട്ട് പോയിക്കോട്ടെ. അത്രയും ഇതിൽ ഒരു വാശിയാണ്. അപ്പൊ ഈ പെറ്റ് അംഗീകരിക്കാം. സ്വീകരിക്കുന്നു. എങ്ങനെ ഞാൻ 15,000 ഇവിടെ നിൽക്കാം. അപ്പൊ എന്തായാലും രസകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ എന്താ മാഷ് ജയിക്കൂല? അപ്പൊ രണ്ടാളും കൂടെ അല്ല ഇപ്പൊ ഇവര് തമ്മിൽ തർക്കമായി തോന്നുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊന്ന് പോട്ടെ, നിങ്ങൾ തമ്മിൽ തർക്കിക്കൂ. സൗഹൃദപരമായ തർക്കല്ലേ? ഞങ്ങളെ ഫ്രണ്ടാണ്. വെറ്റ് വേണ്ടെന്നേ. ആരെയൊക്കെ ജയിക്കട്ടെ. നാടിന് നന്മ ചെയ്യുന്ന ആർക്കും ജയിക്കട്ടെ. അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. യെസ്. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചൂടോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം
എല്ലാവരും ഭയങ്കര വാശിയിലും വീറിലൊക്കെയാണ് കേട്ടോ. കാരണം രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒരു തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളും ചെറിയ 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 വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് രസമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷം എന്താ? തെരഞ്ഞെടുപ്പ് വിശേഷം എന്താ? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഭയങ്കര ഇന്ന് കലാശക്കൊട്ടാണ്. ഒന്ന് അടിച്ചു പൊളിച്ച് കലാശ കൊട്ടിക്കും. അടിക്കോ? അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിക്കുന്നതിൽ രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. വണ്ടി ഒന്ന് കുറച്ച് മുന്നിക്കിടാം. ഞാൻ തള്ള കൂടണോ? വേണ്ട വേണ്ട. അടിച്ചു പൊളിക്കുന്ന പറയുന്ന രണ്ടർത്ഥം ഉണ്ട്. എല്ലാം ഒന്ന് സൂപ്പറായിട്ട് കലാശക്കൊട്ടല്ലേ അടിച്ചു പൊളിക്കണം. ആര് വരുന്നോ തോന്നുന്നു? ആരാ നമുക്ക് നമ്മുടെ LDF മമ്മി കൂടെയൊക്കെ ജയിക്കും. പിന്നെ തീർച്ചയായിട്ടും. ഓ മാറ്റമില്ല, ഒരു മാറ്റമില്ല. മാഷൊക്കെ ജയിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അന്ധവിശ്വാസം. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. ഇത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇവിടെ LDF അല്ലാതെ മറ്റാരുമില്ല അല്ലെ? അപ്പൊ എന്തായാലും ഇത് ചില ആളുകൾക്ക് ഉണ്ടല്ലോ ഇതിങ്ങനെ പറയാൻ ഭയങ്കര മടിയാ. അതെന്താ അങ്ങനെ? അത് മടി പറഞ്ഞാൽ അവർക്കൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് അവര് മടി കാണിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ചായ പിടിച്ചോ രാവിലെ? യെസ്. അപ്പൊ എനിക്കൊരു ചായ പിടിച്ചു തരും? തീർച്ചയായിട്ടും. എപ്പോ? ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്കൊരു ചായ പിടിക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷം എന്താ? അടിപൊളിയാണ്. ഇത് കലാശക്കോട്ടാണ്, കുറച്ച് ഓട്ടം മുടങ്ങല്ലോ. കുഴപ്പമില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിൽ ഒരിക്കലും വരുന്ന തെരഞ്ഞെടുപ്പിന് നമ്മൾ സഹകരിച്ചില്ല, പിന്നെ ആര് സഹകരിക്കും? നമ്മൾ ശങ്കുട്ടിദാസ് വിജയിപ്പിക്കും. ശങ്കുട്ടിദാസിന്റെ ആളാ? ചേട്ടൻ ഒന്ന് കയറി വന്നേ. മറ്റേ ഈ ചേട്ടൻ പറഞ്ഞതേ ഇവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയൊന്നുമില്ല. ഇന്നലെ ശങ്കുട്ടിദാസ് എന്നോട് പറഞ്ഞ എന്താ അറിയോ? മറ്റേ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ട ഞങ്ങൾ കാവി കോട്ടയാക്കുന്നു. തീർച്ചയായിട്ടും ഉറപ്പാണ്. തൊണ്ണൂറ് അങ്ങനെ മാറും? മാറ്റാതെ മാറും. ഇപ്രാവശ്യം മാറിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പിടിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു മാറ്റം വരും, ഞങ്ങൾ മാറ്റം വരുത്തും എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പേരെന്താ? സൂര്യ. സിനിമാടന്റെ പേരാണല്ലോ. വീണ്ടും സിനിമാടന്റെ പേരാണ്. ഉച്ചരാജാവിലെ ദിലീപിന്റെ പേരാ. ഓട്ടോറിക്ഷ. എന്തായാലും അടിപൊളിയാവട്ടെ. തെരഞ്ഞെടുപ്പിന്റെ ആവേശമാണ്. അപ്പൊ ആവേശം ഒക്കെ അല്ലേ? എല്ലാവരും ഭയങ്കര അടിപൊളിയല്ലേ? ഓന്റെ അവ സ്വപ്നം കാണട്ടെ. സ്വപ്നം കാണുന്നല്ല. എന്നും പൊട്ടക്കിഴ കിടക്കുള്ളൂ. വെള്ളം കണ്ട ചാട് പുറത്തേക്ക്, അല്ലെങ്കിൽ ചാടില്ല. അതാണ് സ്വപ്നം കാണാനുള്ള അവകാശമല്ലേ? കാണട്ടെ. കാരണം അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നറിയോ, ആകാശത്തോളം ആഗ്രഹിച്ചാലാണ് കുന്നോളം നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം. ജനങ്ങൾ ഒരു മാറ്റം അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ട സഹകരണം നാട്ടിൽ ചെയ്യുന്നില്ല. എല്ലാ സംഭവങ്ങളും പേരുമാറ്റി ചെയ്യുന്നു മാത്രം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ പേരുമാറ്റി ചെയ്യുന്നു മാത്രം. എല്ലാം ഞങ്ങളുടെ മാത്രം. നിർത്തിയ 3 സ്ഥാനാർത്ഥികളും വലിയൊരു സംഭവമല്ല. ഇവിടെ ഇലക്ഷന് വലിയൊരു ചൂടില്ല. ഈ പാലക്കാട് ജില്ലയിൽ ഇവിടെ നിർത്തിയ 3 സ്ഥാനാർത്ഥികളും വലിയൊരു മറ്റേ മാറ്റത്തിന് എല്ലാവരും കൊതിക്കലൊക്കെ ഉണ്ട്. പക്ഷെ വലിയ സംഭവമല്ല. ആര് വരണമെന്നാണ് ചേട്ടൻ ആഗ്രഹപ്പെടുന്നത്? ആര് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, 3 സ്ഥാനാർത്ഥികൾ പോരാ. അതന്നെ എന്റെ അഭിപ്രായം. വലിയൊരു അഭിപ്രായമാണ്. ഇവിടെ നിർത്തിയ 3 സ്ഥാനാർത്ഥികളും പോരാന്ന് പറഞ്ഞു. പോരാ. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റാം. 3 പേരിലും വലിയ പ്രശ്നമാണെന്നാ പറഞ്ഞത്. യെസ്. കൊണ്ടുവന്നിട്ട് ഇപ്പൊ പേരില് ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു മാറ്റാൻ ആഗ്രഹിച്ചോട്ടെ. അതൊന്നും നടക്കണ കാര്യമല്ല. ശരി. എല്ലാവർക്കും അവരടുത്ത് പറയാനുള്ള അവകാശം ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും മാറ്റം സംഭവിക്കട്ടെ. ഇങ്ങനെ തുറന്ന് പറയാല്ലേ, തുടരണമെങ്കിൽ തുടരട്ടെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നടക്കാം. എല്ലാവരും ഭയങ്കര വാശിയിലാണ് കേട്ടോ. നമ്മള് എല്ലാവരും ഭയങ്കര ഹലോ ഗുഡ് മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ് ഇല്ലേ? എന്താ പേരെന്താ? എത്രയാണ് പഠിക്കുന്നത്? പ്ലസ് ടു കഴിഞ്ഞു. വോട്ട് ചെയ്യാനായിട്ടില്ല. അപ്പൊ എന്താണ് മക്കള് ഈ വോട്ടിങ്ങിന്റെ ഒക്കെ കുറിച്ച് തണൽത്തിക്കുക? വോട്ടിങ്ങിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ കേൾക്കാറില്ലേ? എന്താണ് ആര് ജയിക്കുന്നത്? LDF വരും. എവിടെ വീട്? എവിടെ? കൊളപ്പള്ളി. അപ്പൊ ഷൊർണൂർ മണ്ഡലത്തിൽ മമ്മിക്കുട്ടിയൊക്കെ ജയിക്കും. ജയിക്കട്ടെ അല്ലേ? അപ്പൊ എന്തായാലും അവിടെ ഒരു തമ്പ് കാണിക്കും. റൈറ്റ്. അപ്പൊ എന്തായാലും ഷൊർണൂര് LDFന്റെ കോട്ടയാണ്. അത് LDF തന്നെയാണ് ജയിക്കുക എന്നുള്ളതാണ് കൊച്ചു കുട്ടികൾ വരെ പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് ടൗണിലേക്ക് കടന്നാലോ? ടൗണിലൊക്കെ ആളുകളൊക്കെ എന്താ ചേട്ടോ വിശേഷം? സുഖമായിരിക്കുന്നോ? തെരഞ്ഞെടുപ്പിന് വിശേഷം? തെരഞ്ഞെടുപ്പ് നല്ല ഉഷാറായിട്ട് നടത്തിയല്ലേ നമ്മളെ ചോട്ടേ. ഇത് ജയിക്കാൻ പറയുന്നത് ചുമ്മാ പറഞ്ഞേ. ഭരണം നമ്മൾക്ക് തന്നെ ആയിരിക്കും. തുടർന്നില്ല ഭരണം. പിന്നെ ഇടതുപക്ഷം തുടരും. പിന്നെ അല്ലാണ്ട് ഇത് ഇടതിന്റെ കോട്ടയാണ്, തകർക്കാൻ പറ്റില്ല. പിന്നെ തകർക്കാൻ പറ്റില്ലായിരിക്കും. പൊളിയല്ല, പൊളിയുടെ മേലെ പൊളിയാ. അപ്പൊ നമ്മള് കലാശവോട്ട് കാണും. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൊടുമ്പിനി കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 23 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കലാശക്കൊട്ട് നടക്കുമ്പോൾ ഈ കലാശക്കൊട്ടിൽ ആളുകള്
എത്രത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരിക്കും ആളുകൾ വിലയിരുത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു പിഴവ് ഇപ്രാവശ്യം LDF ഉണ്ടാവില്ല. ആ LDF ഉണ്ടാവാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളം ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഏറ്റവും വളരെ വിലയേറിയ വോട്ടുകൾ എല്ലാവരും ഒരേ സമയം ചെയ്യും, ഒരേ സമയം ചെയ്തിരിക്കും. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ആളുകളുണ്ട്. അമ്മേ ഗുഡ് മോർണിംഗ്. എവിടേക്കാ പോകുന്നേ? എവിടേക്കാ പോകുന്നേ? ചളവറയ്ക്കോ? എവിടുന്നാ വരുന്നേ? ഗുരുവായൂരിനോ? ആ തിരുവായൂരോട് ചൂടാകാൻ തുടങ്ങി. വോട്ട് ചെയ്യാറില്ലേ? പ്രാവശ്യം ആര് ജയിക്കും? എന്നാലും വെറുതെ എന്നോട് സ്വകാര്യമായിട്ടൊന്നും പറയില്ല. അമ്മ വോട്ട് ചെയ്യുന്നത് ആരോടെന്ന് പറയണം, ആര് ജയിക്കും പറഞ്ഞായി? കേരളം പിണറായി ഭരിക്കുവോ? അപ്പൊ തീരുമാനിക്കുക. ഇപ്പൊ പോയി പണി വെക്കുന്ന പറഞ്ഞത്. എന്താ പോണേ? പേരെന്താ? കൃഷ്ണേന്ദു. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാം. വോട്ടുണ്ടോ? ഇല്ല. വോട്ടില്ല. എന്നാലും ആര് ജയിക്കുന്ന തോന്നണേ? അറിയില്ല. എന്നാലും ഇങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ കാണാറില്ലേ, ടിവിയിലൊക്കെ കാണാറില്ലേ? ആര് ജയിക്കുന്ന തോന്നണേ? അതെനിക്കറിയില്ല കേട്ടോ. അറിയില്ല. അപ്പൊ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? ഞാൻ അങ്ങനെ ഒന്നുമല്ല. ജയിക്കട്ടെന്നേ. ശരി അമ്മേ. അപ്പൊ എന്തായാലും ചളവറ സുരക്ഷിതമായിട്ട് എത്തണം. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ ആവേശത്തോടാണ്. എന്തിനാണ് എല്ലാവരും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് കുട്ടികളാണെന്ന് വിചാരിച്ചത് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. വോട്ടുണ്ടോ? വോട്ടുണ്ട്. വയനാടാണ്. വയനാട് കുഴപ്പമില്ലല്ലോ, എവിടെയായാലും വോട്ട് ചെയ്താൽ മതി. ആര് ജയിക്കും? കേരളം ആര് ഭരിക്കും? അറിയില്ല. തോന്നണ എങ്ങനെ ഒരു പിണറായി സർക്കാർ മുന്നോട്ട് പോകും? LDF 3.0 വരുമോ? വരുമായിരിക്കും. അപ്പൊ പിണറായി സർക്കാർ വരുമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പൊ എന്തായാലും മോളെ പേര് പറഞ്ഞില്ല. നയൻതാര. അപ്പൊ എന്തായാലും വലിയ ആവേശത്തിലാണ്, വലിയ ആഘോഷത്തിലാണ്. ചേട്ടാ തെരഞ്ഞെടുപ്പ് വിശേഷം എന്താ? കലാശക്കോട്ടാണ്. ആര് ഭരിക്കും? നമ്മളെ പിണറായി സർക്കാർ വരും. അപ്പൊ ഇവിടെ മമ്മിക്കുട്ടി ഉറപ്പിച്ചു. വേറെ ആരും വന്നൊരു കാര്യമില്ല. ഒരു കാര്യം അങ്ങനെ ചേട്ടാ ഒരു കാര്യമില്ല. കാരണം നമ്മള് പ്രസ്ഥാനം അതാണ്. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചതുകൊണ്ട് ജനങ്ങൾ കൃത്യമായിട്ട് LDF തന്നെ വോട്ട് ചെയ്യും. തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ 89 ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ SFIയിലെ ചെയർമാനായി. ഇതെല്ലാം എത്ര വീറും വാശിയോട് കൂടി പറയുന്നത്. അത് നമ്മൾ ജയിച്ചാലും അല്ല തോറ്റാലും അല്ല, ചുറ്റിക്കാരുവാൻ നക്ഷത്രം തീർച്ചയായും. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ നമ്മൾ കലാശക്കോട്ട് കാണും. ഓക്കെ ആണല്ലേ? തീർച്ചയായും. അപ്പൊ എന്തായാലും കലാശക്കോട്ടിനെ കാണും. എന്താ അമ്മേ സുഖമായിരിക്കുന്നോ? എവിടേക്കാ പോകുന്നേ? ഇവിടെ മകളെ വീട്ടിലേക്ക് വന്നു. മകളും വീട്ടിലേക്ക് വന്നാണ്, വിരുന്ന് വന്നാണ്, തിരിച്ചു പോവാണ്. അപ്പൊ എവിടെ വീട്? അമ്മയുടെ വീട് എവിടെ? ആറ്റശ്ശേരി. തൃക്കടിയിലെ ആറ്റശ്ശേരി അല്ലേ? ഓക്കെ. ആര് ഭരിക്കും? അങ്ങനെയാണ്. CPM ജയിക്കും. ആരൊക്കെ ജയിക്കട്ടെ, ആരൊന്നും അറിയില്ല. അത് ആരൊക്കെ ജയിക്കട്ടെ അല്ലേ നമുക്ക് വേണ്ടത്. അമ്മ നല്ല പാർട്ടിക്കാര് ജയിക്കുക, നമുക്ക് ഉപകാരം ഉണ്ടാവുക. അതെ. അപ്പൊ അവിടെ ആരാ ഇപ്പൊ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്? അവിടെ ഒറ്റപ്പാലം മണ്ഡലല്ലേ വരിക? അതെ. ഒറ്റപ്പാലം പ്രേംകുമാർ, PK ശശി, മേജർ രവി. അപ്പൊ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ദിവസം 2-3 പ്രാവശ്യം വിളിക്കാറുണ്ട്. അപ്പൊ വിളി വെറുതെ ആവില്ല. ഇത്തവണ പ്രേംകുമാർ ജയിക്കും. അതെ. അമ്മ പറഞ്ഞ പോലെ പ്രേമേട്ടൻ നേരത്തെ പറഞ്ഞ ഒറ്റപ്പാലത്ത് പ്രേമേട്ടൻ ഭയങ്കര സജീവമാണ്. ഓരോ വീട്ടിലെയും ഓരോരുത്തർ അംഗമായിട്ടാണ് ഒറ്റപ്പാലത്ത് പ്രേമേട്ടനുള്ളത്. ചേട്ടാ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്താ? സുഖം. തെരഞ്ഞെടുപ്പ് എന്ത് വിശേഷം? സുഖമാണ്. ആര് ജയിക്കും? LDF. തർക്കമൊന്നുമില്ല, വേറെ വർത്തമാനമൊന്നുമില്ല. അത് മറ്റേ മുതൂർശി. അപ്പൊ പിന്നെ വേറെ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം കലാശക്കോട്ടാണ്, നമ്മൾ പൊളിക്കും. അപ്പൊ കലാശക്കോട്ടിലാണ് ചേട്ടാ തെരഞ്ഞെടുപ്പ് നമ്മൾ പൊളിക്കില്ലേ? പൊളിക്കില്ലേ? ആര് ജയിക്കും? ചേട്ടന്റെ പ്രൊഡക്ഷൻ. അല്ല കേരളം LDF തുടരും, ഭരണം തുടരും? പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ എന്തോ ട്വിസ്റ്റ് ഉണ്ട്, മാറ്റം മാറണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ ചേട്ടൻ പറയാനുണ്ട്? ക്യാമറ ഉള്ളതുകൊണ്ട് ചേട്ടൻ പറയുന്നില്ല. അപ്പൊ ശരി ചേട്ടാ. അപ്പൊ എന്തായാലും എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സജീവമാണ്. എല്ലാവരും തെരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്യണം. മറ്റൊന്നാ ആര് ജയിക്കും? അവനവന്റെ ഇഷ്ടം. ഞങ്ങൾ ആ സമയത്ത് വോട്ട് ചെയ്തോളാം അല്ലേ? എന്നാലും അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? LDF തുടരും? അമ്മയ്ക്ക് ഏത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതിലും ചെയ്യാം. സാധാരണ ചെയ്യുന്നതിൽ ഞാൻ ചെയ്യും, പക്ഷെ അത് ഏതാന്ന് ഞങ്ങൾ പറയില്ല. അത് അല്ലേ? അത് പറയില്ല. അത് നമ്മുടെ സ്വകാര്യതയാണ്. അത് നമ്മൾ പറയാം. ആർക്ക് വോട്ട് ചെയ്യണം എന്നല്ലേ ചേട്ടാ? അത് നമ്മുടെ സ്വകാര്യതയാണ്. അത് നമ്മുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ അമ്പലപ്പാറ. അപ്പൊ എവിടെ സ്ഥലം? എവിടെ? പുള്ളിശ്ശേരിക്ക് ഒരു വീട്ടിലേക്ക് വന്നാണ്. ബസ് വന്നല്ലോ അല്ലേ? ബസ്സില്ലേ?
അമ്പലപ്പാറയ്ക്കുള്ള ബസ് ഒറ്റപ്പാലം അമ്പലപ്പാറ ബസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ സൈഡിൽ പോയിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞയക്കാം കേട്ടോ. ശരി, ഓക്കെ. സുഖായിരിക്കുന്നോ? സുഖല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷം? എന്താ ഇങ്ങനെ നടക്കണോ? എവിടെ ചേട്ടന്റെ സ്ഥലം? എവിടെ? കുറ്റാനിശ്ശേരി. അവിടെ ഒറ്റപ്പാലം മണ്ഡലല്ലേ വരിക? അല്ല, ഷൊർണൂർ മണ്ഡലം. ഷൊർണൂരാണോ? ഷൊർണൂർ ഒറ്റപ്പാലം. ചേട്ടൻ തീരുമാനിക്കും, ഞാനും തീരുമാനിക്കാം. ഏതാ വരിക? ഷൊർണൂരാണോ ഒറ്റപ്പാലമാണോ വരിക? ഒറ്റപ്പാലം. പാലക്കാട്. ജില്ല പാലക്കാടാന്ന് മനസ്സിലായി. ഏത് മണ്ഡലാന്ന് ചോദിച്ചത്? ആരോട് സ്ഥാനാർത്ഥി ആരാ? സ്ഥാനാർത്ഥി അവിടെ മമ്മിക്കുട്ടി. ഷൊർണൂർ മണ്ഡലമാണ്. ആര് ജയിക്കും അവിടെ? മമ്മിക്കുട്ടി ജയിക്കുന്ന പറയണത്. മമ്മിക്കുട്ടി ജയിക്കുന്ന തോന്നുന്നത് അതന്നെയാണ് പറയണത്. അപ്പൊ മമ്മിക്കുട്ടി ജയിക്കട്ടെ അല്ലേ? എന്റെ പേരെന്താ? എത്രയാ പഠിക്കുന്നത്? അതൊക്കെ ആലോചിച്ച് പറയണോ? പെട്ടെന്ന് പറയണ്ടേ? ശരി, അപ്പൊ എന്നാ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഷൊർണൂർ മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നൊക്കെ ചേട്ടന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? എന്താ വ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെയല്ല, വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിൽക്കുന്നേക്കാളും നല്ലത് പ്രവർത്തനം എന്താവും എന്നുള്ളത് പറഞ്ഞിട്ട് അതിന് വോട്ട് ചോദിക്കുകയായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. വെറുതെ പരസ്പരം രണ്ട് പാർട്ടിക്കാരെ അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും പറയുക, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരിൽ നിന്ന് മറ്റാളുടെ കുറ്റം പറയുക, അതിനേക്കാളും നന്നാവുക എന്താണ് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രവൃത്തിയോട് കാണിച്ചു തരാൻ മാത്രമല്ല, ഇന്നതാണ് ചെയ്യുക എന്നുള്ളത് പറയുകയും അത് പ്രവൃത്തിയോട് കാണിച്ചു തരികയും ചെയ്യാൻ പറ്റുന്ന നേതാവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കണം കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ജനങ്ങൾ ഇത്രയാണ് വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ആലോചിച്ച് വോട്ട് ചെയ്യണം. മാറ്റം വരണമെന്ന് ചേട്ടാ ആഗ്രഹിക്കും. മാറ്റം വരിക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു യുവാക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ളത് തോന്നുന്നു. കഴിവുള്ള ആൾ തന്നെയാണ് ശങ്കുട്ടി ദാസ്, മോശമൊന്നും പറയാനില്ല. നമ്മൾ വാക്കുകൊണ്ട് മാത്രമല്ല അയാളുടെ പല ചിന്തകളും കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയാ നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. ഞാൻ കണ്ടിട്ട് സംസാരിച്ചു. തീർച്ചയായിട്ടും അതെ, പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്. മാത്രമല്ല കുറച്ചുകൂടി നന്നാവും അദ്ദേഹം ആവും തോന്നുന്നു. ഇപ്പോൾ എന്താ പറയാ ഒരു കേന്ദ്രത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളെ നേടിയെടുക്കാൻ കഴിയുക ഇവരെ കൊണ്ടായിരിക്കും കുറച്ചുകൂടി മാറ്റം സംഭവിക്കട്ടെ അല്ലേ? മാറ്റം ഉണ്ടാവട്ടെ. ഷൊർണൂരുകാരിൽ എന്തായാലും ഇതിന് മുമ്പത്തെ ടൈമിൽ അത്യാവശ്യം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചും കൂടി എന്നെ പോലെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ യുവാക്കൾ, ഞാൻ എങ്ങാണെന്നുള്ളതല്ല, ഇന്നലെ പോലും കുറച്ചും കൂടി ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. മാറി ചിന്തിക്കട്ടെ ജനങ്ങൾ അല്ലേ? യെസ്, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്റെ പേരെന്താ? രതീഷ് എന്നാണ്. എവിടെ സ്ഥലം? കൊപ്പം. അപ്പൊ കൊപ്പത്ത് നമ്മളെ ചേട്ടന്റെ പേരെന്താണ്? കൊപ്പത്ത് മൂസിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? സോറി, അറിയില്ല. ഞാൻ കൊപ്പം ഞാൻ ഇപ്പോൾ വന്ന് താമസിക്കുന്നതാണ്. എവിടെ വോട്ട്? എവിടെ? എനിക്ക് വോട്ടുള്ളത് വള്ളിക്കുന്ന് യോജന. വള്ളിക്കുന്ന് പാലക്കാട് അല്ല, നമ്മളെ ചേളാരി. അവിടെ ആരും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആരാന്ന് അറിയില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ലേ? വോട്ട് ചെയ്യാം. അപ്പൊ നോക്കാതെ നമ്മൾ ആ ചിഹ്നം കണ്ടാൽ ആരായാലും നമ്മൾ കൊടുക്കും. അല്ല, അങ്ങനെയല്ല, നാട്ടുകാർ തന്നെ ആയിരിക്കും കൂടുതൽ പക്ഷം അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൽ അറിയാവുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവേശത്തിലാണ് ചേട്ടൻ. ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥലം ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ കൊണ്ട് കുറെ കാലങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ കടല കച്ചവടം നടക്കോട്ട്. രാവിലെ തുടങ്ങിയോ പരിപാടി? എങ്ങനെയാണ് ഇപ്പൊ കടലയ്ക്ക് റേറ്റ് കൂടിയോ അതോ കടല വില കൂടുതലാണ്? വില കൂടുതലാണ്. അതേ ചോദിച്ചതേ. ഇപ്പൊ എത്ര രൂപ കൊടുക്കുന്നത്? 160. $10. ഈ വില കൂടിയത് ജനങ്ങൾക്ക് ബാധകമാക്കണേ. ചേട്ടൻ പഴയ റേറ്റ് തന്നെയാണ് തുടങ്ങുന്നത്. മുതലാവൂ? മുതലാവില്ല, പറയാം. മോശമാണ് കച്ചവടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്ന ഒരാളാണ് ചേട്ടൻ, ശരിയല്ലേ? എല്ലാ പാർട്ടിക്കാരുടെയും ശരിയല്ലേ? കാരണം ഇവിടെയാണ് കച്ചവടം നടക്കുന്നത്, ഇവിടെയാണ് അധിക രാഷ്ട്രീയക്കാരും വരുന്നത്. ചേട്ടന്റെ ഒരു ഇതിലെ വീക്ഷണത്തിൽ ആര് ഇവിടെ കേരളം ഭരിക്കുന്നു? ആര് ഭരിക്കുന്നു? ഭരണം തുടങ്ങിയ ബൗണ്ടറി നോക്കുമ്പോ മറ്റേ മാർഗക്ഷനാണ്. ഷൊർണൂരും ഇടതുപക്ഷം തുടരും, കേരളം ഇടതുപക്ഷം തുടരും. അതിനാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് മറ്റുള്ളവർ വരില്ല എന്ന് പറയാൻ കാരണം? സാധുക്കൾക്ക് ഒരു സഹായമില്ല. സാധാരണക്കാരെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് CPM LDF-നേക്കാണ് ആലോചന വരുന്നത് അല്ലേ? അതന്നെയാണ്. അപ്പൊ എന്തായാലും ഇടതുപക്ഷം ജയിക്കട്ടെ എന്ന് ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം അല്ലേ? അപ്പൊ എന്തായാലും കച്ചവടം ഗംഭീരാവട്ടെ. യെസ്, ശരി. നമുക്ക് എന്തായാലും കുറച്ച് ദൂരം കൂടി നടക്കാം. എല്ലാവരും ഒരു ചായക്ക് കുടിക്കും. ഒരു ചായ കുടിക്കണോ? ചായ വേണമെങ്കിൽ നമുക്ക് ചായ പറയാം, ഒരു ചായ ആവാം. നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബാക്കി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലൊക്കെ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. യെസ്, അപ്പൊ നമുക്ക് ചേട്ടാ ഇങ്ങനെ പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് വിശേഷം എന്താ?
തെരഞ്ഞെടുപ്പ് നന്നായി നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ആരായിരിക്കും അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഷൊർണൂർ LDF നിലനിർത്തുമോ? അല്ല, നിലനിർത്തി കണ്ടീഷനാ കാണുന്നത്. മാറ്റം വരണം. മാറ്റം എങ്ങനെ പോയോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുമോ? മമ്മി കുട്ടിയെ ജയിക്കട്ടല്ലേ? ജയിക്കട്ടെ. ശരി, എങ്ങനെയുണ്ട് ചായ? ചായ സാറ് നല്ല അടിപൊളി ചായ. ഇവിടുത്തെ ചായ അടിപൊളി. നല്ല ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് ചായ? എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ പറയുന്നത്. ചായയുടെ വില കൂട്ടിയിട്ടുണ്ടല്ലോ? ഇല്ല, കുട്ടിയില്ല. എത്ര രൂപ ചായ? 12 രൂപ. പല കടകളിൽ ചെന്നാലേ 15 രൂപ പറയണം. 15 ആക്കിയിട്ടില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ആക്കും എന്നൊരു തൊഴിൽ കൂടി ഉണ്ടായില്ല. ഗ്യാസിന്റെ കൊണ്ടിട്ട് പോവാണെങ്കിൽ ആക്കും. നിവൃത്തിയില്ലാതെ. ഗ്യാസ് ഇല്ലാത്തത് വലിയ പ്രശ്നമാണോ? ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മുടെ എണ്ണക്കടികളൊക്കെ കുറച്ച് കുറഞ്ഞോ? സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എണ്ണക്കടികൾ കുറച്ച് കുറഞ്ഞു. നമ്മുടെ സ്ഥിരമായിട്ടുള്ള എണ്ണക്കടികളിലൊക്കെ അളവ് ക്വാണ്ടിറ്റി കുറച്ചുണ്ടാവും. ക്വാണ്ടിറ്റി കുറച്ചിട്ടില്ല, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് മുതലാവോ ബിസിനസ്? അല്ല, എന്ത് ചെയ്യാൻ നിർവാഹമല്ലോ. ആളുകൾ ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന ചായ കിട്ടും, ഇന്ന കടികൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് ചോദിക്കാണ്, ചായ ഉണ്ടോ ചോദിക്കാൻ. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ കടികൾ എന്തൊക്കെയല്ല? ചായ നിർത്തിയിട്ടില്ല. ചായ നിർത്തില്ല, ഒന്നും നിർത്തില്ല. ഈ നമ്മൾ വിറക് കത്തിച്ചിട്ടാണെങ്കിൽ ഇവിടെ ആളുകൾക്ക് എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കും. ചായ ചോദിക്കുമ്പോ കട്ടഞ്ഞായ മതിയെന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടാണ്. ഞാൻ ആ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ എല്ലാം ഇറങ്ങിയതാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട്? എത്രത്തോളം? നല്ല ഉഷാറല്ലേ? വെയിലിന്റെ ചൂടല്ല, തെരഞ്ഞെടുപ്പിന് നല്ല ആഘോഷമാണ്. ഈ ഇടതുപക്ഷം തുടരും ഇവിടെ കേരളത്തിൽ. ഇങ്ങനെ പറയാൻ പറ്റില്ല. മറ്റൊരു പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. ബലാബലാണ്. 3-3. അതെ. അപ്പൊ എന്തായാലും വലിയ ആവശ്യത്തിലാണ്. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു കച്ചവടക്കാരോട് പോയിട്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്തെന്ന് ചോദിക്കരുത്. കാരണം അത് കച്ചവടമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ചോദിച്ചത്. എല്ലാവർക്കും ബിസിനസ് വേണ്ടേ അല്ലേ? അപ്പൊ എന്തായാലും പറയാനും പറ്റില്ല. നമ്മൾ വോട്ടിംഗ് നമ്മുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യത എപ്പോഴും കീപ്പ് ചെയ്യാം. കച്ചവടമൊക്കെ വൈകുന്നേരം കൊട്ടിക്കലാശമാണ്. അപ്പൊ കടടയ്ക്കുമോ? ഇല്ല. സജീവമായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അല്പ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇവിടെ കൊട്ടിക്കലാശം നടക്കും. ആ കൊട്ടിക്കലാശത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം, സ്ഥാനാർത്ഥികൾ മുഴുവൻ പങ്കെടുക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ സ്കൂളൊക്കെ പൂട്ടിയോ? സ്കൂൾ പൂട്ടി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? തൂതക്കാരെന്താ ഇവിടെ? ഏത് സിനിമ കണ്ട്? കണ്ടോ? സിനിമ കണ്ടോ? മണിക്കാ സിനിമ? 10:45. വീട്ടിൽ പറഞ്ഞിട്ടല്ലേ പോകുന്നത്? എന്റെ പേരെന്താ? ഈ ന്യൂസ് വാർത്തകളൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ ഈ ഇലക്ഷനൊക്കെ ആര് ജയിക്കണം എന്ന് തോന്നുന്നത്? LDF ജയിക്കണോ, UDF ജയിക്കണോ? ആര് ജയിക്കണം? BJP ജയിക്കണം? LDF ജയിച്ചാൽ മതി. BJP ജയിക്കണ്ടാവോ? ആര് ജയിക്കണം തോന്നുന്നത്? LDF. നിങ്ങളൊക്കെ വീട്ടുകാരൊക്കെ LDF-കാരാണോ? എന്ത് ദൈവമേ, എല്ലാരും ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരാണോ പറയണത്? എന്നാലും പൊളിക്കുക. തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? പിന്നെ എന്താണ്, ആര് വരും എന്ന് ചോദിച്ചാൽ നല്ലത് ചെയ്തവർ ആരാ? നല്ലത് ചെയ്ത ആരാണോ തോന്നുന്നത്? നല്ലത് ചെയ്തതിപ്പോ ചോദിച്ചാൽ ഇനി അവർക്കൊരു അവസരം കൊടുത്താൽ അവർ നല്ലത് ചെയ്യുമെന്ന് അറിയട്ടെ. ജനങ്ങൾ അറിയട്ടെ. ജനങ്ങൾ പറയും ആരാണ് നല്ലത്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അതിന് ജനങ്ങൾ അറിഞ്ഞില്ലേ? അതേമാതിരി ആരും നല്ലത് ചെയ്തപ്പോ മാർക്സിസ്റ്റ് ചെയ്താലും കോൺഗ്രസ് ചെയ്താലും BJP ചെയ്യുകയാണെങ്കിലും അവിടെ വലിയ കോട്ടിംഗ് ഉണ്ട്. ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടും. ഞാൻ നല്ല ചെയ്താലല്ലേ നാട്ടിൽ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ എന്തായാലും ചേട്ടൻ വോട്ട് ചെയ്യാൻ മറക്കും. ആകെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. നമ്മൾ മറക്കില്ല. നന്നായി ചെയ്യും. നല്ല വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് ആർക്കും കൊടുക്കേണ്ടതെന്നുള്ള. അതിപ്പോ നമുക്ക് പറയണ്ട. അത് സ്വകാര്യതയാണ്, പറയരുത്. അപ്പൊ എന്തായാലും ചേട്ടൻ ആഗ്രഹിച്ച ആളെല്ലാം ജയിച്ചു വരട്ടെ. വരും തോന്നുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ തോന്നുന്നുണ്ടോ? ആ ചേട്ടൻ ആളേക്ക് മനസ്സിലായി. യെസ്. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. എല്ലാവരും ഭയങ്കര ആവശ്യമാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? എന്താ എവിടെ? ഇടുക്കി എവിടെ സ്ഥലം? എവിടെ? അടിമാലി. ആറ് സ്ഥാനാർത്ഥിയാണ്.
പോയിട്ടല്ലേ? ഹോസ്പിറ്റലാണ്, ഒരു മാസമായിട്ട് ഇവിടെ ഹോസ്പിറ്റലാണ്. ഏത് ഹോസ്പിറ്റലാണ്? കോപ്പറേറ്റീവ്. ഗോപി ഡോക്ടറെ കാണാൻ വന്നത് എന്നാലും വോട്ട് ചെയ്യണം ഉറപ്പല്ലേ? അപ്പോ ഇടുക്കിയിലുള്ള ചേട്ടനാണ്. നമ്മളെന്തായാലും ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ അവർ വോട്ട് ചെയ്യാതിരിക്കില്ല. കാരണം വോട്ട് ഓരോ പൗരന്റെ അവകാശമാണ്, അവരുടെ സമ്മതിദാന അവകാശമാണ്. വോട്ട് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ എങ്ങനെ ചോദിച്ച് ചെർപ്പളശ്ശേരി ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു നേരത്തെ പറഞ്ഞ ചായ മിസ്സായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചായ കുടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് തെരഞ്ഞെടുപ്പ് ചൂടിലല്ലേ ഇപ്പോ? തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പിന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDF UDF ഒരു മത്സരമാണുള്ളത്. BJP ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കോ? ഉറപ്പാ? അല്ല, സംശയമാണ്. നമ്മളൊക്കെ വോട്ട് ചെയ്യേണ്ടത്. അതെ അതെ അതെ, BJP അക്കൗണ്ട് തുറക്കും. കേരളത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ച് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ആര് വരുന്ന തോന്നുന്നു? LDF തുടരും. LDF UDF വരുമോ എന്നുള്ളതിൽ ഉപരിയായി സംഘപരിവാരം കേരളത്തിൽ വരരുത് എന്നുള്ള ഒരു നിലപാട്. അവരെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ആര് തുടർ ഭരണം വേണം? അല്ല, ആര് ഭരണം ഭരിച്ചു കഴിഞ്ഞാലും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം വേണം എന്നുള്ളതാണ്. ഇപ്പൊ ഇരുമുന്നണികളും നമ്മൾ ഇത്രയും കണ്ടെടുത്തോളം മാറിയിട്ടാണ് വന്നിരുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഒരു തുടർ ഭരണം. അതിലിപ്പോ പ്രത്യേകിച്ചൊരു പ്രശ്നം പറയാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വലിയൊരു നേട്ടം പറയാനോ ഇല്ല. ഇരുമുന്നണികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായ ഒരു വികസനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഈ നമ്മുടെ സംസ്ഥാനത്ത് കാഴ്ചവെക്കലുണ്ട്. അപ്പോൾ മെയിനായിട്ടും പറയാനുള്ളത് വർഗീയത ഇവിടെ വരരുത് എന്നുള്ള തന്നെയാണ്. ബാക്കി LDF UDF എന്നുള്ളത് വലിയൊരു വ്യത്യാസം നമുക്ക് പറയാനില്ല. പക്ഷേ LDFകാരെ മേന്മകൾ പറയും, UDFകാരെ മേന്മകൾ പറയും. ഇവിടെ ഇപ്പോൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും സമാധാന അന്തരീക്ഷം വേണം, ജനാധിപത്യപരമായിട്ടുള്ള ആടിന് നന്മകളാണ് ജയിക്കുന്നത്. അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കഴിഞ്ഞ കാലത്തെ കോൺഗ്രസിന്റെ ഒരു പ്രകടനം പോലെയല്ല ഇപ്പോ. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജ് മോശമായി, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക്. കാണുന്നല്ലേ നമ്മൾ മീഡിയയിൽ, ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ കഴിയാത്തവരെ ഒരു കേരള സംസ്ഥാനം മുഴുവൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയാലോ. ഇപ്പൊ ഫണ്ട് എവിടെ? തുടരും 100%. മമ്മിക്കുട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും. മമ്മിക്കുട്ടിയൊക്കെ ഒരിക്കലും കുറയില്ല. അതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പൊ നിലവിൽ. എന്തായാലും മമ്മൂട്ടിയൊക്കെ ഒന്ന് പറയണ്ടല്ലോ. ഞാൻ കുറച്ചും കൂടി കയറി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മാറ്റം സംഭവിക്കൂല എന്നുള്ളതാണ് നമ്മളെ 99%. കാരണം എന്താ വെച്ചിട്ടാ, ഇപ്പൊ ഈ 10 കൊല്ലത്തിൽ വന്നതിന്റെ മാറ്റങ്ങൾ ഞമ്മക്ക് കണ്ടറിയുന്നു. മനസ്സിലാവുന്നു, ഒരാൾ പറയാതെ തന്നെ. പിന്നെ കുറ്റം പറിച്ചില് പല ആൾക്കാരും കുറ്റം പറയും. ആ കുറ്റം പറയല് നമ്മക്ക് അല്ല അങ്ങനെ തന്നെയല്ലേ, കുറ്റം പറയണില്ലേ? ഓരോ അങ്ങനെയാണ്, മറ്റോരിങ്ങനെയാണ്, സ്വർണം ആൾക്കാർ ഓരോന്നും പറയണേന് ഒരു മാർഗമില്ല. അതിനൊക്കെ ഇവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്രേ പറയുന്നത്. ഷർണൂർ എന്നല്ല, കേരളത്തില് മൊത്തം എത്ര സീറ്റുണ്ടാവും? എന്റെ ഇതില് ഒരു 80%. ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ ഭരണം ഇവിടെ. ഇന്നലെ ഞാൻ TV ചാനലും കണ്ടു വരുന്നുള്ളത്. അങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. വോട്ട് വേസ്റ്റ് ആവില്ല. പിന്നെ വേസ്റ്റ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ കലാശക്കൊട്ടാണ്. അല്ല, അങ്ങനെ പ്രവർത്തനത്തിനൊന്നുമില്ല. നമ്മൾ എന്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കണം. ഒരാൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാളോട് പറയുമ്പോഴത്തേന് അരിക്ക് പോവുക, മറ്റാളോട് പറയുമ്പോഴത്തേന് ഇപ്പൊ ആര് DK ശശി കാട്ടിയമാര്. ഞാൻ പറയണ്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, എനിക്ക് അതിന്റെ രീതികൾ പറ്റിയില്ല തോന്നി. പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? DK ശശിയുടെ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഞാൻ അതിന് അഭിപ്രായമില്ല. ഇങ്ങോട്ടും മാറുക, അങ്ങോട്ടും ഉറച്ചു നിൽക്കണം. പറ്റൂലെങ്കിൽ വേറിട്ട് നിൽക്കണം. കുറച്ചു കാലം വേറിട്ട് നിന്ന് വെച്ചിട്ട് എന്താ പറ്റുക? പിന്നെയും വരണം. ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടോ പറ്റുമോ? പറ്റൂ. നിൽക്കണേൽ ഉറച്ചു നിൽക്കണം. അതാണ് സ്റ്റാൻഡേർഡ്. മറ്റൊന്നും സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. നമുക്ക് എന്തായാലും ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു പോവാം. അപ്പൊ എന്തായാലും ഇടതുപക്ഷം തുടർന്ന് തന്നെയാണ് പറയുന്നത്, മാറ്റമില്ല. 100%. വർഗവഞ്ചന ഒരിക്കലും ജനങ്ങളെ ഏറ്റെടുക്കാറില്ല. ഒരാളുടെ ഭാഗം പറയല്ല, നമ്മൾ ഒരാളുടെ ഭാഗം പറയില്ല. നമുക്ക് കണ്ണിന്റെ മുന്നിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ പറയും, അല്ലാതെ ഓ നന്നായി മറ്റൊന്ന് നന്നായി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രശ്നം തകർക്കും. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളും ചൂടോളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് കലാശക്കൊട്ടിനുള്ളത്, പരസ്യ പ്രചാരണത്തിനുള്ളത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. അവിടെ ഒരു അഭിപ്രായം ചോദിക്കാം. യെസ്, തെരഞ്ഞെടുപ്പാണ്. എന്താണ് തെരഞ്ഞെടുപ്പിനൊക്കെ നല്ല ചൂടല്ലേ ഇപ്പൊ? ഇന്നിപ്പോ കലാശക്കൊട്ടല്ലേ, ഏതായാലും ഒരു തുടർഭരണം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഇടതിനോട് ചേർന്നിട്ടാണ് യാത്ര. അങ്ങനല്ല, ഇടതിനോട് നമ്മൾ നല്ലതിനോട് ചേരുക എന്നുള്ളതാണ്. അല്ല ഇടതിനോട് വലതിനോട് എന്നല്ല, നമ്മക്ക് ഏതാണ് നമ്മുടെ നാടിന് നല്ലത് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഷെർണൂരൊക്കെ ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മമ്മിക്കുട്ടി ജയിക്കും. ഭൂരിപക്ഷം കുറച്ചു, അല്ല 25+. 25+, അത് 50,000 വരെ ആവാം. 50,000 വരെ ആവാം. ഷൊർണൂർ മണ്ഡലം ചുവന്ന് തന്നെ ഇരിക്കുന്നതാണ് ഭൂരിഭാഗം ആളുകൾ തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി അധിക സമയങ്ങളൊന്നുമില്ല, വെറും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. അല്പസമയത്തിന് ശേഷം കൊട്ടിക്കലാശം നമുക്ക് ഈ ഷൊർണൂർ മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം ചെർപ്പളശ്ശേരിയിലാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും വൈകുന്നേരം പങ്കെടുക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൊർണൂർ മണ്ഡലത്തിന്റെ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ, പല ആളുകൾ പല രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ ഭരണ തുടർച്ച തന്നെയാണ് പ്രിയ പ്രേക്ഷകർ എല്ലാവരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കുറച്ചധികം ആളുകൾ പറയുന്നു BJP വരുന്നു പറയുന്നു, കുറച്ച് ആളുകൾ പറയുന്നു UDF വരുന്നു. ഏത് വരും എന്നുള്ളത് അറിയാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ മണിക്കൂറുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി 23-ാം നാളായ ഇന്ന് കലാശക്കൊട്ടാണ്. നീണ്ട 23 ദിവസത്തെ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം പരസ്യ പ്രചാരണം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു നാൾ കൂടി, ആ ഒരു നാൾ നിശബ്ദ പ്രചാരണമാണ്. അതിനുശേഷം വോട്ടർമാരെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ്. അല്പ മണിക്കൂറുകൾ കഴിഞ്ഞാൽ, അല്പ നിമിഷങ്ങൾ കഴിഞ്ഞാൽ കൊട്ടിക്കലാശത്തിന് വേണ്ടി 3 മുന്നണികളും ഈ നഗരത്തിലേക്ക് വരും. ആ കാഴ്ച കാണാം. ഞാൻ ആ സമയത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തത്സമയ സംപ്രേഷണമായിട്ട് ഒരു ചെറിയ ഇടവേള. 4 മണിക്ക് നമുക്ക് വീണ്ടും സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വേഴ്സറ്റൈൽ ജ്വല്ലറി. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.